ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +1 ഇംഗ്ലീഷ് ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ പോകുന്നവർക്കുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഇംഗ്ലീഷ് നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി പഠിക്കുമ്പോൾ ഏതൊക്കെ ഡിസ്കോഴ്സുകളാണ് നോക്കേണ്ടത്, ഏതൊക്കെ ഗ്രാമർ പോർഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ യൂണിറ്റുകളാണ് നമ്മൾ നോക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ആദ്യമേ തന്നെ ഡിസ്കോഴ്സ് ഭാഗം നോക്കുമ്പോൾ പ്രൊഫൈലിൻ്റെ ഫോർമാറ്റ് എല്ലാവരും നോക്കിയിട്ട് പോവുക. ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, സോ അത് ഈസി ആണല്ലോ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് പഠിക്കണം. ലെറ്ററും ഇമെയിലും നോക്കുക. ലെറ്റർ നോക്കുമ്പോൾ ഫോമലും ഇൻഫോർമൽ ലെറ്ററും നോക്കണം. അതുപോലെ തന്നെ ഇമെയിൽ ഫോമൽ ആൻഡ് ഇൻഫോർമൽ ഇമെയിലും നോക്കിയിട്ട് പോകണം. സ്പീച്ചിൻ്റെ ഫോർമാറ്റ് പഠിക്കുക. പിന്നെ എന്താ, സ്പീച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രാവൽ ഇൻഫോ. ട്രാവൽ ഇൻഫോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെ പറ്റിയിട്ട്, ഒരു ടൂറിസ്റ്റ് സ്ഥലമായിരിക്കാം, ആ ഒരു സ്ഥലത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എഴുതുന്നതാണ് ട്രാവൽ ഇൻഫോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതായത് അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്ത് സിമ്പിളായിട്ട് എഴുതി പോകുന്നതാണ് ട്രാവൽ ഇൻഫോ, വലിയ എക്സ്പ്ലനേഷൻസ് ഒന്നും ഇല്ലാണ്ട്. ഇനി ട്രാവൽ എസ്സേ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 8 മാർക്കിന് ഷുവറായിട്ട് എസ്സേ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ട്രാവൽ എസ്സേ. ട്രാവൽ എസ്സേ എന്നും പറയും, ട്രാവൽ ഓഗ് എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ട്രാവൽ എസ്സേ എന്ത് ചെയ്യുക, എല്ലാവരും നോക്കിയിട്ട് പോവുക. നിങ്ങൾക്ക് വിസിറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും മിക്കവാറും എഴുതാൻ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പഠിച്ചിട്ട് പോകണം. ഇനി ലൈവ് TV റിപ്പോർട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. സോ എന്താണ് ലൈവ് TV റിപ്പോർട്ടും എല്ലാവരും അതിൻ്റെ ഫോർമാറ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവാം. ഇത് പ്രത്യേകിച്ച് നമ്മൾ കണ്ടാവു ഐലൻഡ് ബേസ് ചെയ്തിട്ടൊരു ചാപ്റ്റർ പഠിക്കുന്നുണ്ടല്ലോ, ദ സാക്രഡ് ടർട്ടിൽസ് ഓഫ് കണ്ടാവു എന്ന് പറഞ്ഞിട്ട്. സോ ആ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ടാണ് ലൈവ് TV റിപ്പോർട്ട് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ നമ്മൾ ഫോർമാറ്റ് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഏത് ചോദ്യം വന്നാലും എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ മോഡൽ നോക്കിയിട്ട് പോകണം. പിന്നെ നമുക്കറിയാം 8 മാർക്കിന് അതുപോലെ ഷുവറായിട്ട് ചോദിക്കുന്നതാണ് അൺസീൻ പോയം അപ്രീസിയേഷൻ. അതായത് നമുക്ക് പഠിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു പോയം തന്നിട്ടുണ്ടായിരിക്കും, ആ പോയത്തിൻ്റെ അപ്രീസിയേഷൻ നമ്മൾ എഴുതി കൊടുക്കണം അല്ലേ. അതാണ് അൺസീൻ പോയം അപ്രീസിയേഷൻ. 8 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു പോയം തന്നിട്ട് എല്ലാ എക്സാമുകളും കാണാറുണ്ട്. സോ അതിൻ്റെ മോഡൽ എങ്ങനെയാണെന്നുള്ളത് പഠിച്ചിട്ട് പോകണം. ഇനി ആർട്ടിക്കിൾ, എസ്സേ, പാരഗ്രാഫ്, റൈറ്റപ്പ്, ക്യാരക്ടർ സ്കെച്ച് എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലാ എക്സാമുകളിലും ഇത് എങ്ങനെയെങ്കിലുമൊക്കെ മാറി മാറി വരാറുണ്ടല്ലോ. ഇപ്പോൾ ആർട്ടിക്കിൾ എഴുതാനോ, എസ്സേസ് എഴുതാനോ, പാരഗ്രാഫോ, റൈറ്റിപ്പോ, അല്ലെങ്കിൽ നറേഷൻസ് എഴുതാനോ, റിവ്യൂ എഴുതാനോ, അങ്ങനെയൊക്കെ പറയാം, അല്ലെങ്കിൽ സമ്മറി എഴുതാനോ, അങ്ങനെ പല മോഡലിൽ ചോദിക്കാറുണ്ട്. സോ ആ രീതിയിലൊക്കെ നമുക്ക് ഡിസ്കോഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതൊന്നും വേറെ ഒന്നുമില്ല, മാർക്ക് അനുസരിച്ച് പാരഗ്രാഫ് തിരിച്ചൊന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ, ഹെഡിങ് കൊടുത്തിട്ട്. അതൊക്കെയുള്ളൂ അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. പിന്നെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. 4 മാർക്കിനോ 6 മാർക്കിനോ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ടല്ലോ, അതായത് ഡൂസും ഡോൺസും ഒക്കെ എഴുതുന്ന പോലെ അല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്ത് എങ്ങനെ കുറച്ച് പോയിന്റ്സ് എഴുതാൻ പറയും, എഗെയിൻസ്റ്റ് ആയിട്ട് എഴുതാൻ പറയും. അത് ആ രീതിക്ക് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചാൻസ് എന്ന് പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെ ചോദിക്കാറുണ്ട്. സോ ഇത്രയും ഭാഗങ്ങളാണ് ഡിസ്കോഴ്സിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കിയിട്ട് പോവേണ്ടത്. പിന്നെ എന്താ, ബാക്കി നമ്മുടെ ബ്ലോഗ്, ബ്ലർബ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് +2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. +1 മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ചിലപ്പോൾ പ്രിസീസൊക്കെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. പ്രിസീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയാണ് പ്രിസീസ്. ഓക്കെ, ഈ പ്രിസീസ് റൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ റാൻഡം ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. പ്രിസീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഈ പ്രിസീസ് റൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്കൊരു വലിയ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു പാരഗ്രാഫിനെ നമ്മൾ വളരെ ഷോർട്ടായിട്ട് ഒറ്റ പാരഗ്രാഫായിട്ട് എഴുതി കൊടുക്കുക. ഒരു ഹെഡിങ് കൊടുക്കണം. പിന്നെ തന്നിട്ടുള്ള പാരഗ്രാഫിനെ വളരെ ഷോർട്ടനായിട്ട് നമ്മൾ ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രമായിട്ട് എന്നാൽ ഒറ്റ പാരഗ്രാഫിൽ എഴുതി കൊടുക്കുക. അതാണ് പ്രിസീസ് റൈറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അത് നമുക്കങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്രാമർ ടോപ്പിക്സ് പറയുമ്പോൾ പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. ഇതിൽ നമ്മുടെ ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് ഇട്ടിട്ടുണ്ട്, ലെറ്റർ, ഇമെയിൽ, പിന്നെന്താ നമ്മുടെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൻ്റെ ഫോർമാറ്റ്. ഇത്രയും കാര്യങ്ങളുടെ ഫോർമാറ്റ് നമ്മുടെ വീഡിയോ ചാനലിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇനി നമ്മുടെ ഗ്രാമർ ടോപ്പിക്സിലോട്ട് പോകുമ്പോൾ ഇഫ് ക്ലോസ് വളരെ നിർബന്ധമാണ് +1കാർക്ക്. ഇഫ് ക്ലോസ് എളുപ്പമാണല്ലോ, നമുക്കതൊരു 2-3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 1 മാർക്കിനോ അങ്ങനെയൊക്കെ ചോദിക്കാം. ഇനി എഡിറ്റിംഗ് എന്തായാലും ചോദിക്കും. എഡിറ്റിംഗ് +1ലും +2ലും പഠിക്കുന്നതാണല്ലോ. സോ എഡിറ്റിംഗ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ് ഇടയ്ക്കൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഒന്ന് പഠിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് നോക്കണം. ഓക്കെ, ഈ പാസീവും റിപ്പോർട്ടഡ് സ്പീച്ചും ഒക്കെ എന്താ പറയുക, നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഓക്കെ, ആ രീതിക്കാണ്. അപ്പം നമ്മൾ +2 എന്തായാലും പഠിക്കുന്നുള്ളത് കൊണ്ട് +2 ഇമ്പോർട്ടൻ്റ് ആണല്ലോ, പാസീവ് വോയിസും റിപ്പോർട്ടഡ് സ്പീച്ചും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് അതുകൊണ്ട് തന്നെ ഒന്ന് വായിച്ചിട്ട് പോകും. പക്ഷേ ഇഫ് ക്ലോസും എഡിറ്റിങ്ങും ഒക്കെ വളരെ നിർബന്ധമായിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ +1 നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഗ്രാമർ ടോപ്പിക്കാണ് ഇത് കൺകോഡ് അല്ലേ. അപ്പോൾ കൺകോഡ് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോകണം.
കൺകോഡിൽ നിന്ന് കുറച്ച് റൂൾസ് അതിനകത്ത് പഠിക്കാനുണ്ട്. ആ റൂളുകളെല്ലാം പഠിക്കുക. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. പിന്നെ കൊഹസീവ് ഡിവൈസുകൾ നമ്മൾ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കൊഹസീവ് ഡിവൈസുകൾ, അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് പോകണം. പിന്നെ ടെൻസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ വുഡ് റാദർ പ്രിഫർ എഴുതാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഒരു 1 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് നോക്കുക. പിന്നെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട്, ഒരു സെൻറ്റൻസിനെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്നുള്ളത് അത് നമ്മൾ നോക്കിയിട്ട് പോവുക. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ വെർബിൻ്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. വെർബ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും വരാറുണ്ട്. സോ ഇതൊക്കെയാണ് ഗ്രാമറിൽ ബേസിക്കലി നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടത്. ഈ എഡിറ്റിങ്ങും പിന്നെ പാസീവ് ആക്റ്റീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, കൊഹസീവ് ഡിവൈസ്, ഇത്രയും സംഭവങ്ങൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഡിസ്കോഴ്സിലും ഗ്രാമറിലും ഈ പറഞ്ഞതിൽ ഏതെങ്കിലും വീഡിയോസ് ഇനി വേണമെന്നുണ്ട് എങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചോളൂ കേട്ടോ. ഞാൻ പറ്റുന്ന പോലെ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇടാം കേട്ടോ. ഇതിലേതെങ്കിലും ആദ്യമായിട്ട് കേൾക്കുകയാണ് അല്ലെങ്കിൽ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ മതി. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട യൂണിറ്റുകൾ ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ടോട്ടലി നമുക്കൊരു 6 യൂണിറ്റുകളാണ് നമുക്ക് +1 ഇംഗ്ലീഷിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. 6 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിൽ 1, 2, 3, 4 യൂണിറ്റ്സ് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഈ 4 യൂണിറ്റ്സിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ 4 യൂണിറ്റും എല്ലാവരും നിർബന്ധമായിട്ട് കഴിവതും മാക്സിമം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോകണം. ഓക്കെ, പിന്നെ 5ഉം 6ഉം യൂണിറ്റിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വരിക. പക്ഷേ എങ്കിലും നമ്മളത് അതിൽ നിന്ന് ചോദിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. 5ഉം 6ഉം യൂണിറ്റ് പഠിക്കണം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ 1, 2, 3, 4 യൂണിറ്റ്സുകളാണ്. 5ഉം 6ഉം നമ്മൾ ഈ 4 യൂണിറ്റ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് പഠിച്ചാൽ മതിയാവും. ഓക്കെ, സോ അപ്പോൾ ഈ ആദ്യത്തെ 4 യൂണിറ്റ്സും എല്ലാവരും നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകണം. അതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് മാർക്കിന് ചോദിക്കാറുണ്ട്. പിന്നെ 5ഉം 6ഉം യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും ആ 2 യൂണിറ്റ്സിൽ നിന്ന് വരുന്നുണ്ടാവുക. അപ്പോൾ അത് ആ രീതിക്ക് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് 4ഉമാണ് കേട്ടോ. പിന്നെ ഇതും പഠിക്കേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞത്, ഫുള്ള് നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് ആദ്യത്തെ 4 യൂണിറ്റ്സിനാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതിയാകും.